രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. സംക്രന്ദനൻ തഥാ രാമനെ നിർജരം സംഘേന സാർദ്ധം വണങ്ങി സ്തുതിച്ചിതു. രാമചന്ദ്ര പ്രഭോ പാഹി മാം പാഹി മാം, രാമഭദ്ര പ്രഭോ പാഹി മാം പാഹി മാം. ഞങ്ങളെ രക്ഷിപ്പതിനു മറ്റാരുള്ളത് ഇങ്ങനെ കാരുണ്യ പീയൂഷവാരിധേ. നിന്തിരുനാമാമൃതം ജപിച്ചിടുവാൻ സന്തതം തോന്നേണമെൻ പോറ്റി മാനസേ. നിൻ ചരിതാമൃതം ചൊൽവാനും എപ്പോഴും എൻ ചെവിക്കൊണ്ട് കേൾപ്പാനും അനുദിനം യോഗം വരുത്തുവാൻ അനുഗ്രഹിച്ചിടേണമേ. യോഗമൂർത്തേ ജനകാത്മജാ വല്ലഭ, ശ്രീ മഹാദേവനും നിന്തിരുനാമങ്ങൾ രാമ രാമേതി ജപിക്കുന്നതിനഹം തൊൽപാദതീർത്ഥം ശിരസി വഹിക്കുന്നതെപ്പോഴും. ആത്മശുദ്ധിക്കും ഉമാവല്ലഭൻ ഏവം ബലന്തരം ചൊല്ലി സ്തുതിച്ചോര് ദേവേന്ദ്രനോടരുൾ ചെയ്തിതു രാഘവൻ. മൃത്യു ഭരിച്ച കപികുലവീരരെ അത്തൽ കളഞ്ഞ് ജീവിപ്പിക്കയും വേണം. പക്വഫലങ്ങൾ കവികൾ ഭക്ഷിക്കുമ്പോഴൊക്കെ മധുരമാക്കി ചമച്ചിടുക. വാനരന്മാർക്കു കുടിപ്പാൻ നദികളും തേനായി ഒഴുകണമെന്നും കേട്ടിന്ദ്രനുമെല്ലാം അരുൾ ചെയ്ത വണ്ണം വരികന്നു കല്യാണം ഉൾക്കൊണ്ട് അനുഗ്രഹിച്ചിടിനാർ. നന്നായി ഉറങ്ങിയുണർന്നവരെ പോലെ മന്നവൻ തന്നെ തൊഴുതാരവർകളും. ചന്ദ്രചൂടൻ പരമേശ്വരനും രാമചന്ദ്രനെ നോക്കി അരുൾ ചെയ്ത് അന്നേരം, നിന്നുടെ താതൻ ദശരഥൻ വന്നിതാ നിന്നു. വിമാനമർന്നു നിന്നെ കാൺമാൻ ചെന്ന് വണങ്ങുക. അൻപോടു കേട്ടത് മന്നവൻ സംഭ്രമം പൂണ്ട് വണങ്ങിനാൻ. വൈദേഹിദാനം സുമിത്രാതനയനും ആദരവോട് വന്ദിച്ചു ജനകനെ. ഗാഠം പുണർന്നു നെറുകയിൽ ചുംബിച്ചു. ഗാഠനായോര് പരമപുരുഷനെ സൗമിത്രി തന്നെയും മൈഥിലി തന്നെയും പ്രേമപൂർണം പുണർന്ന ആനന്ദമഗ്നനായി ചിന്മയനോട് പറഞ്ഞു, ദശരഥനൻ മകനായി പിറന്ന ഭഗവാനെ ഞാൻ നിർമ്മലമൂർത്തേ ധരിച്ചതിനാകയാൽ ജന്മമരണാദി ദുഃഖങ്ങൾ തീർന്നിതു. നിൻമഹാമായ മോഹിപ്പിക്കായെന്നും കൽമഷനാശന കാരുണ്യവാരിതേ താതവാക്യം കേട്ടു. രാമചന്ദ്രൻ തഥാമോദേന പോവാനും അനുവദിച്ചിടിനാൽ ഇന്ദ്രാദിദേവകളോടും
ദശരഥൻ ചെന്ന് അമരാവതി ബുക്കുമറിവിനാൾ സത്യസന്ധൻ തന്നെ വന്ദിച്ചനുജ്ഞയാൾ സത്യലോകം ചെന്നു ബുക്കു വിരിഞ്ചനും കാർത്യായനി ദേവിയോട് മഹേശ്വരൻ പ്രീത്യാൽ വൃഷാരൂഢനായിരുന്നുള്ളിനാൽ ശ്രീരാമചന്ദ്ര നിയോഗേന പോയതു നാരദാദി മഹാമുനി വൃന്ദവും പുഷ്കരനേത്രനെ വാഴ്ത്തി നിരാകുലം പുഷ്കരാചാരികളും നടന്നീടിനാർ. മന്നവൻ തന്നെ വന്ദിച്ചപേക്ഷിച്ചിതു പിന്നെ വിഭീഷണനായ ഭക്തൻ മുതാ ദാസനാവെന്നെ കുറിച്ച് വാത്സല്യമുണ്ടേ താനും എങ്കിലത്രൈവ സന്തുഷ്ടനായി മംഗളദേവതയാകിയ സീതയാൽ മംഗളസ്നാനവും ആചരിച്ചിടണം. മേളമായിരുന്നു വിരുന്നു കഴിഞ്ഞിങ്ങു നാളെ അങ്ങോട്ടേക്കെഴുന്നള്ളുകയുമാം എന്നോ വിഭീഷണൻ ചെന്നത് കേട്ടുടൻ മന്നവൻ മന്നൻ താനുമരുൾ ചെയ്തു സോദരനായ ഭരതനയോധ്യയിൽ ആദിപൂണ്ട് സഹോദരൻ തന്നോടും എന്നെയും പാർത്തിരിക്കുന്നിതു ഞാൻ അവൻ തന്നോടുകൂടി ഒഴിഞ്ഞ അലങ്കാരങ്ങൾ ഒന്നുമനുഷ്ഠിക്കയെന്നുള്ളതില്ലല്ലോ ചെന്നൊരു രാജ്യത്തിൽ വാഴുന്നുള്ളതും സ്നാനാസനാദികളാചരിക്കുന്നതും നൂനമവനോടുകൂടിയേ ആവിതു എന്ന് 14 സംവത്സരം തികയുന്നതും എന്നുള്ളതും പാർത്ഥവൻ വാഴുന്നു ചെന്നീല ഞാൻ അന്നു തന്നെ. എന്നാൽ അവൻ വന്നിയിൽ ചാടി മരിക്കുമേ പിറ്റന്നാൾ എന്നത് കൊണ്ട് ഉഴറുന്നിതു ഞാനിഹ വന്നു സമയവും ഏറ്റമടുത്തിങ്ങു ചെന്നുകൊള്ളുവാൻ. പണിയുണ്ടതിൻ മുന്നമേ നിന്നിൽ വാത്സല്യമില്ലായകയുമല്ലമേ സൽക്കരിച്ചിടു നീ സത്വരമെന്നുടെ മർക്കടവീരരെയൊക്കവേ സാദരം പ്രീതി അവർക്ക് വന്നാൽ എനിക്കും വരും പ്രീതി അതിനൊരു ചഞ്ചലമില്ലകേൾ എന്നെ കനിവോട് പൂജിച്ചതിൻ ഫലം വന്നു കൂടും. കവിവീരരെ പൂജിച്ചാൽ പാനാശ സ്വർണരത്നാംബരങ്ങളാൽ വാനരന്മാർക്ക് അലംഭാവും വരും വണ്ണം പൂജയും ചെയ്തു കവികളുമായി ചെന്നു രാജീവനേത്രനെ കൂപ്പി വിഭീഷണൻ ക്ഷിപ്രമയോധ്യക്കെഴുന്നുള്ളുവാനിഹ പുഷ്പകമായ വിമാനവുമുണ്ടല്ലോ രാത്രിഞ്ചരാധിപൻ യുദ്ധമുണർത്തിച്ച വാർത്ത കേട്ടാസ്തയോടും പുരുഷോത്തമൻ കാലത്തു നീ വരുത്തിയിടുകെന്നാനഥ പൗലസ്ത്യയാനവും വന്നു വന്ദിച്ചു ജാനകിയോടും അനുജനോടും ചെന്നു മാനവവീരൻ വിമാനവുമേറിനാൾ അർക്കാത്മജാതി കവിവരന്മാരോടും നക്തഞ്ചരാധിപനോടും രഘുത്തമൻ മന്ദസ്മിതം പൂണ്ടരുളി ചെയ്തിതാതരാൽ മന്ദേത്തരം ഞാൻ അയോധ്യയ്ക്ക് പോകുന്നു
മിത്രകാര്യം കൃത്യമായതു നിങ്ങളാൽ ശത്രുഭയമെന്ന് നിങ്ങൾക്കകപ്പെടാ. മർക്കടരാജാ സുഗ്രീവ മഹാമതേ, കിഷ്കിന്ധയിൽ ചെന്ന് വാഴുക നീ സൗഖ്യമായി. ആശരാധീശ വിഭീഷണ, ലങ്കയിലാശ പോയി വാഴുക നീയും ബന്ധുവർഗവും. കാഹുൽസ്ഥനിസ്തം അരുൾ ചെയ്ത നേരത്ത് വേഗത്തിൽ വർദ്ധിച്ചവർകളും ചൊല്ലിനാർ. ഞങ്ങളും കൂടെ വിട കൊണ്ടയോധ്യയിലങ്ങു കൗസല്യാദികളെയും വന്ദിച്ചു മംഗലമാർ. അഭിഷേകവും കണ്ട് തങ്ങൾക്കുള്ള ഇവിടെ വാണിടുവാൻ ഉണ്ടാവേണം തിരുമനസ്സെങ്കിലേ കുണ്ഠത ഞങ്ങൾക്കു തീരൂ ജഗൽ പ്രഭോ. അങ്ങനെ തന്നെ നമുക്കും അഭിമതം നിങ്ങൾക്കും എങ്ങനെ തോന്നിയത് അത്ഭുതമെങ്കിലോ വന്നു വിമാനം ഏറിയിടുവിൻ സങ്കടമെന്നേ. മിത്രവിയോഗജം സേനയാൽ സ്വാർത്ഥം നിശാചരരാജനും വാനരന്മാരും വിമാനം ഏറിയിടിനാൽ സംസാരനാശനാനുജ്ഞയാൽ പുഷ്പകം ഹംസസമാനം സമുൽപ്പതിച്ചു. തഥാ നക്തഞ്ജരേന്ദ്ര സുഗ്രീവാനുജപ്രിയ അനുയുക്തമാം രാമനെ കൊണ്ട് വിമാനവും എത്രയും ശോഭിച്ചത് അംബരാന്തേ. തഥാ മിത്രബിംബം കണക്കെ ധനദാസനം ഉത്സംഗസീമനി വിന്യസ്യ സീതാ. ഭക്തവത്സലൻ നാല് ദിക്കും പുനരാലോക്യ വത്സേ ജനകാത്മജേ ശൃണുവല്ലഭേ സൽസേവിതേ സരസിരുഹലോചനേ പശ്യ ത്രികുടാചലോത്തമാംഗസ്ഥിതം വിശ്വവിമോഹനമായ ലങ്കാപുരം യുദ്ധാങ്കണം കാൺ. അതിലിങ്ങു ശോണിത കർദമമാം സാസ്തിപൂർണം ഭയങ്കരം. അത്രൈവ വാനരരാക്ഷസന്മാർ തമ്മിലെത്രയും ഘോരമായുണ്ടായ സങ്കരമത്രൈവ രാവണൻ വീണു മരിച്ചത് എന്നശ്രമേറ്റു. ഉത്തമേ നിന്നുടെ കാരണം കുംഭകർണൻ മകരാക്ഷനും എന്നുടെ അമ്പുകൊണ്ടത്രേ മരിച്ചതു വല്ലഭേ. വൃത്രാരിജിത്തും അതിയാം പുനരത്ര സൗമിത്രി തന്നെ അസ്ത്രമേറ്റുത്തമേ വീണു മരിച്ചതു. പിന്നെയും മറ്റുള്ള കൗണവന്മാരൊക്കെ കാപ്പികൾ കൊന്നിടിനാൾ. സേതു ബന്ധിച്ചതും കാണടോ സാഗരേ. ഹേതു ബന്ധിച്ചതിന്നും നീയല്ലയോ. സേതുബന്ധം മഹാതീർത്ഥം പ്രിയേ. പഞ്ചപാദകനാശം ത്രൈലോക്യപൂജിതം കണ്ടാലുമുണ്ടാം ദുരിത വിനാശനം കണ്ടാലുമങ്ങ് ആതിനിത്ര രാമേശ്വരം. എന്നാൽ പ്രതിഷ്ഠിതനായ മഹേശ്വരൻ പന്നകഭൂഷണൻ തന്നെ വണങ്ങു നീ. പിന്നെ മുഹൂർത്തമാത്രം നിരൂപിച്ചത് ചൊന്നാൻ അനിലാത്മജനോട് രാഘവൻ.
ചെന്നയോധ്യാപുരം പ്രാപിച്ചു സോദരൻ തന്നെയും കണ്ട് വിശേഷമറിഞ്ഞു നീ വന്നിടുകെന്നുടെ വൃത്താന്തവും പുനരൊന്നൊഴിയാതവനോട് ചൊല്ലണം. പോകുന്ന നേരം ഗുഹനെയും ചെന്ന് കണ്ട് ഏകാന്തമായി അറിയിച്ചിടവസ്ഥകൾ. മാരുതി മാനുഷവേഷം ധരിച്ചു പോയി രാമവൃത്താന്തം ഗുഹനെ കേൾപ്പിച്ചു. സത്വരം ചെന്നു നന്ദി ഗ്രാമമുൾപ്പൊക്ക് ഭക്തനായിടും ഭരതനെ കൂപ്പിനാൽ പാതുകവും വെച്ച് പൂജിച്ച അനാദരം ചേതസാരാമനെ ധ്യാനിച്ചു ശുദ്ധനായി സോദരനോടും അമാത്യജനത്തോടും ആദരപൂർവം ജടാവൽക്കലം പൂണ്ടു മൂലഫലവും ഭുജിച്ച് കൃശാങ്കനായി ബാലനോടുകൂടെ വാഴുന്നതും കണ്ടു മാരുതിയും ബഹുമാനിച്ചിതേറ്റവും. ആരുമില്ലിത്ര ഭക്തന്മാരവനിയിൽ എന്നു കൽപ്പിച്ചു വണങ്ങി